ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇന്നുള്ള ഗൈഡൻസ് എന്താണ്, ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്. ത്രോട്ട് ചക്ര, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്, സോളാർ പ്ലെക്സസ് ചക്ര. സാക്രിഫൈസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ഒരു ഫലം എന്താണെന്ന് കൂടി പറയാം. ഒരു കാർഡ് എടുക്കാം. ജൂപ്പിറ്റർ അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഗൈഡൻസ് എന്താണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. സീഡ്സ്, ഹർത്ത്, റെയിനാണ് ബോട്ടം വന്നത്. ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ത്രോട്ട് ചക്രയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാര്യവും അല്ലെങ്കിൽ സത്യമായ കാര്യങ്ങൾ പോലും എല്ലാ സത്യവും എല്ലാവരോടും പറയേണ്ട ഒരു ദിവസമല്ല ഇത്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട ഒരു ദിവസമാണ്. ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ സ്ഥലത്ത് സംസാരിക്കുക. എല്ലാ കാര്യവും എല്ലായിടത്തും പറയണ്ട, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ വ്യക്തതയോടെ ശാന്തമായിട്ട് പറയുകയും വേണം. അപ്പോൾ അത് ആണ് ഇന്നത്തെ ആദ്യത്തെ ഒരു മെസ്സേജായിട്ട് വരുന്നത്. അപ്പം ചില സമയം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു നിങ്ങളുടെ ഒരു വർത്തമാനം കൊണ്ട് ചില ബന്ധങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തന്നെ പറ്റൂട്ടാ. അപ്പോൾ ഇന്ന് കുറേ ആൾക്കാർക്ക് ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ ഒരു ഇൻ്റർവ്യൂയോ ഒക്കെ ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾ വരാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് മെസ്സേജ് അയക്കാതിരുന്ന ഒരാൾ മെസ്സേജ് അയച്ചേക്കാം. അപ്പോൾ അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്, ഇതുവരെ അതിന് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു സാഹചര്യം കിട്ടിയില്ല എങ്കിൽ ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് പറയാൻ പറ്റും എന്നാണ് കാണുന്നത്. അതിനുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് വരും. വ്യക്തതയോടെ സംസാരിക്കാനുള്ള സാഹചര്യം ദൈവം ഉണ്ടാക്കും എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. അല്ല, അടുത്ത് വന്നിട്ടുള്ളത് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ്. ഇതിൽ നിങ്ങളെപ്പോഴും മറ്റുള്ള ആൾക്കാർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്ന് നിങ്ങൾ നിങ്ങളോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇതൊരു 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളോട് മത്സരിക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ തർക്കങ്ങളിലും ജയിക്കണം എന്ന് ഇല്ല. ചില തോൽവികൾ നമ്മളെ ജയിപ്പിക്കുകയാണ് ചെയ്യണത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ ജയിക്കണത്.
അപ്പോൾ ഇന്ന് ദൈവം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് സമാധാനമാണോ അത് വേണ്ടത്, അതോ നിങ്ങൾ പറയുന്നത് ജയിക്കണം എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തന്നെ ആകണം ജയിക്കേണ്ടത് എന്നുള്ളതാണോ? അപ്പോൾ ഇതിൽ നമുക്കെപ്പോഴും ആവശ്യം സമാധാനമാണ്. അപ്പം നമ്മൾ പറയുന്നത് ജയിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളവിടെ ജയിക്കുമായിരിക്കും, പക്ഷെ സമാധാനം കിട്ടൂല. നമുക്ക് സമാധാനമാണ് വേണ്ടെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴാണ് സമാധാനം വരുന്നത്. ഇപ്പം തെറ്റായിരിക്കാം, വേറൊരാൾ നിങ്ങളോട് പറയുന്നൊരു കാര്യം തെറ്റായിരിക്കാം. ആ ഒരു തെറ്റ് തർക്കിച്ച് ജയിക്കുന്നതിനേക്കാളും അത് അയാളുടെ ശരിയാണ്, നമ്മളുടെ തെറ്റാണെങ്കിൽ അത് അയാളുടെ ശരിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ജയിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയം നടക്കുന്നു എന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ഒരു പുതിയ ജോലി കിട്ടാം, അല്ലെങ്കിൽ ഒരു പുതിയ വരുമാന മാർഗം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ കടം തീർക്കാനുള്ളൊരു വഴി തുറന്നു തരുന്ന ഒരു എനർജിയാണ്. പിന്നെ നമ്മളുടെ ചിലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു സമയം കേട്ടോ. നമ്മൾ എന്താണ് ചിലവഴിക്കുന്നത്, എത്രമാത്രമാണ് ചിലവഴിക്കുന്നത്, നമ്മൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും കാര്യത്തിന് ചിലവഴിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ വരവും ചിലവും നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മളൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കുക, ഇന്ന് എത്ര രൂപയാണ് ഞാൻ ആവശ്യമില്ലാതെ ചിലവഴിച്ചത്. അപ്പോൾ ഒന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അധിക ചിലവ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചില ദിവസം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണതായാലും, നമ്മൾ ചിലപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ ചെയ്ത് കളയും. ഇപ്പം അത് പർച്ചേസ് ചെയ്യും. അപ്പം പല കാര്യങ്ങളും നമുക്കൊന്നും ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. പിന്നീട് നമ്മളത് ഉപയോഗിക്കാത്ത കാര്യമായിരിക്കും, ഒരു ക്രൈസിൻ്റെ പേരിൽ നമ്മളത് പർച്ചേസ് ചെയ്യണത്. അപ്പം നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മളത് മനസ്സിലാക്കണോ, ഇത് എനിക്ക് വേണ്ടുന്ന കാര്യമല്ലല്ലോ. പക്ഷേ എന്നാലും പിന്നീട് നമ്മളതൊന്നും ചെയ്യില്ല. അപ്പം നമ്മൾ കുറച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം പല കാര്യങ്ങളും ചെയ്യുക. പ്രത്യേകിച്ച് പൈസ ചിലവാക്കുമ്പോൾ നമുക്ക് ഇന്ന് ആവശ്യമുള്ള കാര്യത്തിന് മാത്രമാണ് നമ്മൾ പൈസ ചിലവാക്കിയത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എത്ര രൂപ നമ്മൾ ചിലവാക്കി, അത് എല്ലാ ദിവസവും നമ്മളൊന്ന് ചിന്തിക്കുമ്പം നമ്മൾ ചിലവ് ചുരുക്കാൻ അത് സഹായിക്കട്ടെ. ആവശ്യമില്ലാത്ത ചിലവുകൾ ചുരുക്കും. അങ്ങനെ ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ് ഇത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യം ഉണ്ടാക്കാനുള്ളൊരു അടിത്തറ പണിയുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഇത് നിങ്ങളൊരു വീട് എന്ന് പറയുന്ന ഒരു കാര്യം വലിയ സ്വപ്നമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെയാണ് കേട്ടോ, എനിക്കും അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ കുറേ തടസ്സങ്ങളുള്ള ആൾക്കാർ, അത് ചിലപ്പോൾ ഒന്നുകിൽ അത് നമ്മൾ പൈസയുടെ ഇതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിഷ്ടമുള്ളൊരു സ്ഥലം കിട്ടാത്തതായിരിക്കാം, ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു ഡോക്യുമെൻസിൻ്റെ പ്രശ്നം കൊണ്ട് ശരിയാകാതിരിക്കുന്നതായിരിക്കാം. ഏത് തന്നെ ആയാലും അത് ഈ ഒരു സമയം ശരിയാകുന്നു എന്നാണ് കാണുന്നത്. കുടുംബവുമായിട്ട് ചേർന്ന് ചില നല്ല വാർത്തകൾ കേൾക്കാനുള്ളൊരു എനർജി പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഇന്ന് അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാം. അതായത് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, വീടോ വാഹനമോ ഫ്ലാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചൊരു തീരുമാനം, അത് നമ്മളുടെ ഒരു അച്ചീവ്മെൻ്റ് ആണെന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകട്ടെ, വീടുണ്ടാകട്ടെ, പ്രാർത്ഥിക്കാം. നേരത്തെ വന്നിട്ടുള്ള സോളാർ പ്ലെക്സസ് ചക്രയാണ് ഇത്. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത്, നമ്മളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്, പുറത്തുനിന്ന് ഒരിടത്തുനിന്നും അല്ല. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുമ്പം ആ ഒരു മോട്ടിവേഷനിലൂടെ വളരെ കുറച്ച് സമയം മാത്രം, ചിലപ്പോൾ ചില മണിക്കൂറുകളായിരിക്കാം, ചിലപ്പോൾ ചില ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന മോട്ടിവേഷൻ ആയിരിക്കാം നമ്മൾക്കുള്ളത്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണെങ്കിൽ
നമുക്കത് നിലനിൽക്കും. പലപ്പോഴും പല ആൾക്കാരും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ട്. വളരെയധികം ഊർജ്ജത്തോടു കൂടി 1 2 3 അല്ലെങ്കിൽ 1 മാസം നമ്മളതിനെ ഫോളോ ചെയ്യും. പിന്നെ നമ്മൾ കളഞ്ഞിട്ട് നമ്മളുടെ വഴിക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് ശരിയാവാൻ പറ്റാത്തത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളാകുമ്പം നമുക്ക് പ്രാക്ടീസിൻ്റെ പോലും ആവശ്യമില്ല, അത് നമ്മളായിത്തീരുകയാണ് ചെയ്യണത്. അപ്പം ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ നമുക്ക് പറ്റുമോ, എനിക്കത് പറ്റുമോ, എനിക്ക് സാധിക്കുമോ എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്കത് സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം വരും. അതെന്ത് തന്നെ ആകട്ടെ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില ടെസ്റ്റൊക്കെ എഴുതുന്നതായിരിക്കാം, ഇൻ്റർവ്യൂസ് ആയിരിക്കാം. അതൊക്കെ എനിക്ക് പറ്റുമോ, എനിക്ക് ഭയമാണെന്നൊക്കെ ചിന്തിക്കുന്നിടത്തുനിന്നും നമുക്ക് പറ്റും, എനിക്കത് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഞാനിത് തുടങ്ങും, എനിക്കിത് പറ്റും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് കാണുന്നത്. പിന്നെ വന്നിട്ടുള്ളത് സാക്രിഫൈസ് ആണ്. ഇതിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക, സമർപ്പിച്ചു കൊടുക്കുക എന്ന് പറയും. നമ്മൾ കുറേ കാലം കൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിച്ച് നമ്മളുടെ ജീവിതം സാക്രിഫൈസ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, സാക്രിഫൈസ് അല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, സറണ്ടറിങ് ആണ്. നമ്മളെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് ചില കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ സമർപ്പിച്ചു കൊടുക്കേണ്ട ഒരു ദിവസമായിരിക്കും. അത് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. നമ്മളെല്ലാം ചെയ്യണം എന്നുള്ള ചിന്ത വേണ്ട. ചില വാതിലുകൾ ചില വാതിലുകൾ ദൈവം തുറന്നു തരേണ്ടെന്ന വാതിലുകളുണ്ട്. നമുക്ക് എല്ലാ കാര്യവും നമ്മളെ ഹാർഡ് വർക്കും നമ്മളുടെ ആത്മവിശ്വാസവും ഒക്കെ കൊണ്ട് പറ്റണം എന്നില്ല, എല്ലാ കാര്യവും നടക്കൂല കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അത് ദൈവം തന്നെ തുറന്നു തന്നാലേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ള ഒരു ദിവസമാണെന്ന്. അപ്പം അത് നമ്മൾ സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങളത് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്നാണ് കാണുന്നത്. പിന്നെ ഇതില് വന്നല്ല, എന്റെ കുഞ്ഞെ, നീ എന്താണ് ഇങ്ങനെ ഇതിലൊക്കെ കിടക്കാൻ മനോമച്ച മാറും. ഇതും കൂടെ ഒന്ന് എടുത്തോട്ടെ പ്ലീസ്. ഇനി കിടന്നു ബുദ്ധിമുട്ടിക്കാതെ എടുക്കണേ. ഇതില് ജൂപ്പിറ്റർ അതാണ് വന്നിട്ടുള്ളത്. തിരിഞ്ഞും കിടക്കോ? ഓക്കെ. ഇതില് സമൃദ്ധിയാണ്, അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് വരുന്ന ഒരു ദിവസമാണെന്നാണ് ഈ ഒരു കാർഡ് പറയണത്. കാരണം വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കാൻ പോണത് നിങ്ങൾ ആഗ്രഹിച്ചതിലും നിങ്ങൾ പ്രാർത്ഥിച്ചതിലും വലിയൊരു കാര്യമാണെന്നാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു കാർഡ് പറയണത്. ഇപ്പൊ ഇതൊരു ഗുരു എന്ന് പറയുമ്പോൾ വ്യാഴം നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട്, വ്യാഴമാണല്ല സമ്പത്ത് സമൃദ്ധിയും തരുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം വ്യാഴം അനുകൂലമാണ് ഈ കാണുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അബണ്ടൻസ് വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ആ ഒരു ഗുരുവിന്റെ അനുഗ്രഹം, ആ ഒരു ബൃഹസ്പതി അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്ത സംഘർഷങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഇന്നത്തെ ദിവസം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മളുടെ ചിന്താമണ്ഡലത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ കളയുന്നത് നല്ലതായിരിക്കും. മാറ്റം വരാൻ ഭയപ്പെടുന്ന ആൾക്കാർ അത് മാറ്റത്തിനെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ എന്ത് കാര്യവും കൊടുത്താൽ വർദ്ധിക്കും എന്നാണല്ലോ പറയണത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ കൊടുക്കുകയും കൂടെ ചെയ്യുക. നമുക്ക് അറിവുകൾ പകർന്നു കൊടുക്കാം. പിന്നെ നമുക്ക് സഹായം ആവശ്യമുള്ള ആൾക്കാർക്ക്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് അത് ചെയ്തു കൊടുക്കാം. ആ സഹായം ചെയ്താലും നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് പുതിയ ആളുകൾ അബണ്ടൻസുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. പിന്നെ ചില പുതിയ യാത്രകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതില്
നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഒരു ചലനം സംഭവിക്കുന്നു. അത് ഏത് നിങ്ങളുടെ അബണ്ടൻസ്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ചലനം സംഭവിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് അതങ്ങനെ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സമൃദ്ധിയാണ് എന്നത് നിങ്ങൾക്ക് ദിവസം പറഞ്ഞത്, അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കട്ടെ. പിന്നെ സീഡാണ് വന്നിട്ടുള്ളത്. ഇതിൽ ന്യൂ ഐഡിയാസ്, ഹോപ്പ്, ഓപ്പൺ മൈൻഡഡ്നെസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വിതയ്ക്കുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, അത് അടുത്ത ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ അതൊരു വളരെ വലിയ മാറ്റത്തിന് കാരണമാകും എന്നാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന തീരുമാനമാകാം. ഇന്ന് ക്ഷമയോടെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനാണ് കാണണം. പുതിയൊരു തുടക്കമാണ്, പുതിയ ഐഡിയ നിങ്ങളിലേക്ക് വരും. അപ്പൊ ആ ഒരു ഐഡിയ മൂലം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഈ സീഡ് പറയുന്നത്. അതിന് ഹെർത്താണ് വന്നിട്ടുള്ളത്. ഇതില് സേഫ്റ്റി, കംഫർട്ട്, സ്പിരിച്വൽ കണക്ഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ്, അങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം പറ്റുമെന്നുള്ള ആൾക്കാർ, ഇതൊരു ഒരു ദീപത്തിന്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്രാർത്ഥനയുടെ എനർജിയാണ്. സ്പിരിച്വൽ കണക്ഷൻ ആണ് വന്നിട്ടുള്ളത്. ഇത് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു തീ കത്തുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ കുറേ നാളുകൊണ്ട് വിളക്ക് കത്തിക്കാതിരിക്കുന്ന ആൾക്കാർ, പറ്റാത്ത ആൾക്കാർ, എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് അത് വിളക്ക് കത്തിക്കാനൊന്നും തോന്നാതിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വിളക്ക് കത്തിച്ച്, ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ മെഴുകുതിരി ഉണ്ട്, അപ്പം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പോൾ ദീപം, വീട്ടിൽ ദീപം കത്തിക്കുന്നത് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കും കേട്ടോ നമ്മളുടെ ജീവിതത്തില്. ഇന്ന് പോസിറ്റീവ് എനർജി വരണമെങ്കിൽ നിങ്ങൾ വീട് ആദ്യം ഒന്ന് നന്നായിട്ട് പുകയ്ക്കുക. പിന്നെ ക്ലെൻസിങ്ങും കാണുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ ഒരു വീടെല്ലാം അടിച്ചു വാരി തുടച്ച് ദീപം ഇന്നത്തെ ദിവസം കത്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അത് മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാർ അതൊന്നും ചെയ്തിരുന്നില്ലെങ്കിൽ അതും നല്ലതായിരിക്കും. കാരണം ഇന്നൊരു സ്പിരിച്വൽ കണക്ഷൻ കിട്ടുന്നൊരു സമയമാണ്. നമ്മളുടെ വീടാണ് നമ്മളുടെ കംഫർട്ട് സോൺ. അപ്പൊ ആ വീട്ടില് നമ്മൾ ഏറ്റവും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നത് എപ്പോഴും നമ്മളെ വീട്ടിലാണ്. അപ്പൊ ആ വീട് അത്രയും ശ്രദ്ധയോടെ നോക്കുക, വൃത്തിയായിട്ട് നോക്കുക. അവിടെ ഒരു അതിലെ ദേവാലയം പോലെ ആയിരിക്കണം നമ്മളുടെ വീടെന്നാണ്. അപ്പൊ ആദ്യം അത് അടുക്കും ചിട്ടയായിട്ടൊക്കെ വെച്ച് മെഴുകുതിരിയോ നിലവിളക്കോ ഒക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പുകയ്ക്കുക കേട്ടോ. ബുഖൂറോ അല്ലെങ്കിൽ കുന്തിരിക്കം പോലെയുള്ള കാര്യങ്ങളോ ഇട്ട് പുകച്ച് നിങ്ങൾ ആ ഒരു കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നത് ആ സ്പിരിച്വൽ കണക്ഷൻ കിട്ടും എന്നാണ് കാണുന്നത്. അടുത്ത് റെയിനാണ് വന്നിട്ടുള്ളത്. ഇതില് ക്ലെൻസിങ്, പ്യൂരിഫിക്കേഷൻ ആൻഡ് ഹൈഡ്രേഷൻ ആണ്. അപ്പോൾ ഇതില് ഒരു പൂവുണ്ട്, മഴയുണ്ട്. അപ്പോൾ ഇതില് ഈ പൂവിനെ ഈ മഴ ക്ലെൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെ എന്താണ്, വിടരാൻ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം അനുഭവിക്കുന്ന ഇതൊരു കണ്ണീരാണ് കേട്ടോ. ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇതൊരു കണ്ണുനീരിൻ്റെതാണ് കാണുന്നത്, അത് ക്ലെൻസിങ് ആണെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കണ്ണുനീരിനും നിരാശകൾക്കും ഒരിക്കലും നിങ്ങളെ തകർക്കാൻ പറ്റൂല എന്നുള്ളതാണ്. നിങ്ങളെ കൂടുതൽ മനോഹരമാക്കിയത് വിരിയിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അത് പ്യൂരിഫൈ ചെയ്യാണ് ചെയ്യണത്. ഈ കണ്ണുനീര് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിപ്പോൾ കരയുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഒരുപാട് വിഷമത്തിൽ, വേദനയിൽ കരയുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഈ കരച്ചില് ശരിക്കും ഒരു ഹൈഡ്രേഷനാണ് എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്നു, നിങ്ങളെ ക്ലെൻസ് ചെയ്യുന്നു. അപ്പോൾ മഴ കഴിഞ്ഞ് പൂവ് വിടരുന്നത് പോലെ, അല്ലെങ്കിൽ പൂവ് കൂടുതൽ മനോഹരമാകുന്നത് പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലും പുതിയ അധ്യായം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ക്ലെൻസിങ് കഴിയുമ്പോൾ. ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങൾ, നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അത് നിങ്ങളെ ക്ലെൻസ് ചെയ്യാൻ മാത്രം ഉണ്ടായ കാര്യമാണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ വിട്ടുകളയുക, ധൈര്യത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക. ആദ്യം നമ്മളോട് തന്നെ സംസാരിക്കുക. മാത്രമല്ല പുതിയ വിത്ത് വിതയ്ക്കണം കേട്ടോ. നമ്മളുടെ ജീവിതത്തിൽ പുതിയ ഓരോ കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ വീടിനെയും നമ്മളുടെ ബന്ധങ്ങളെയും നമുക്ക് വേണ്ടത്ര മൂല്യം നമ്മൾ കൊടുക്കണം.
പിന്നെ എന്ത് കാര്യമായാലും മാറ്റത്തെ നമ്മൾ സ്വീകരിക്കണം എന്നാണ്. മാറ്റത്തെ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. അപ്പോൾ ഈ ജൂപ്പിറ്റർ തന്നെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അബണ്ടൻസ് ആണ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അബണ്ടൻസ് വരുന്നത്. നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങൾ നന്മകൾ വരാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ മാറേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മാറാത്തത് കൊണ്ടായിരിക്കണം അബണ്ടൻസ് വരാത്തത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കുക, നമുക്ക് മാറ്റേണ്ടതായിട്ട് എന്ത് കൂടിയാണുള്ളത്. എന്തെങ്കിലും വീണ്ടും കാണും, നമ്മൾ മാറേണ്ടതായിട്ടുള്ള കാര്യം വീണ്ടും കുറച്ചുകൂടെ കാണും. അപ്പം നമ്മളെ തന്നെ തിരിഞ്ഞൊന്ന് നോക്കുക, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം സംഭവിക്കാത്തത്, ഞാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ എന്നിലേക്ക് എത്താത്തത്, എനിക്ക് പ്രശ്നങ്ങൾ വരണത്. ഒന്നുകിൽ കർമ്മ ദുരിതങ്ങളായിരിക്കും, അത് സമയം പോലെ അത് ക്ലെൻസ് ചെയ്യും. നമ്മൾ ഈ പ്രവൃത്തികൾ കൊണ്ട് സമയം പോലെ അത് ക്ലെൻസ് ചെയ്ത് മാറിപ്പോകും. പിന്നെ നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മളൊന്ന് മാറി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിയിടുന്നത്. നമ്മൾ അനാവശ്യമായി മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവരെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അപ്പം തന്നെ മറുപടി പറയുന്നുണ്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മറ്റുള്ള ഒരാളിനെ ജഡ്ജ് ചെയ്യുമ്പോൾ അത് നമ്മളെ തന്നെയാണ് ജഡ്ജ് ചെയ്യണത്. നമ്മളുടെ കണ്ണിലൂടെ നമ്മൾ മറ്റുള്ളവരെ നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം നമ്മളെപ്പോഴും നല്ല ഒരു പ്യുവറായിട്ടുള്ള ഒരാളെയും കുറ്റം പറയാൻ പോകില്ല. കാരണം നമ്മളുടെ കണ്ണിലൂടെ നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മൾ പ്യുവറാണെങ്കിൽ എല്ലാവരും പ്യുവറാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യാതെ, ആരെയും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് മാത്രം ചെയ്തു കൊടുത്ത് ദൈവവിചാരത്തോടെ ഇരുന്നാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ലൈഫ് എൻഡാകുന്നവരുണ്ടാകും. അത് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഓരോ ദിവസവും പഠിക്കണത്, ഓരോ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്. അപ്പം അതും കൂടി മനസ്സിലാക്കുക നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ മറികടക്കാം, അതാണ് നമ്മൾ ഓരോ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.